ഹലോ കൂട്ടുകാരെ, ഇന്ന് മഹാശിവരാത്രിയാണ്. ഇന്നത്തെ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ പലചരക്ക് കടയാണ് ചേട്ടൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കട അടയ്ക്കും. അപ്പോൾ നമുക്ക് ശിവരാത്രിക്ക് ആലുവയിൽ പോകാൻ പറ്റും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോകുന്നത്. ശിവരാത്രി ദിവസം നോൻപൊക്കെ എടുത്ത് നല്ല രീതിയിൽ മനസ്സൊക്കെ ശുദ്ധമാക്കി ഭഗവാനെ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് മണപ്പുറത്തിരിക്കണമെന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് പോകാനായിട്ട് സന്തോഷപൂർവ്വം തീരുമാനിച്ചു. അത് പറഞ്ഞപ്പോൾ ചേട്ടനും സന്തോഷത്തോടു കൂടി തന്നെ അത് അനുവദിച്ചു. ചേട്ടനും പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ യാത്രയാകണം. അപ്പം ഞാൻ വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് യാത്രയാവുന്നത്. അപ്പോൾ ചേട്ടനും യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. മോനുണ്ട് കൂടെ. അവൻ ചോദിച്ചപ്പോൾ വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോകാനായിട്ട് റെഡിയായി. അപ്പോൾ കണ്ടില്ല, ഇതാണ് ഞാൻ പോകാനായിട്ട് ഇടുന്ന വേഷം. നല്ലതല്ലേ, നല്ല രസമില്ലേ? പിന്നീട് ഞാൻ ഒരു ബാഗ് എടുത്ത്, ബാഗിൽ ഒരു കുപ്പി വെള്ളം, ഒരു തോർത്ത്, ഒരു ചെറിയ പുതപ്പ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് ചെറിയൊരു പുതപ്പാണ് എടുത്തത്. അത് വിരിച്ചിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഇപ്പോൾ ചേട്ടനും ഒരുങ്ങനെയാണ്. ചേട്ടന് ഒരുക്കമെന്ന് പറഞ്ഞാൽ മുടി ചെയ്യുക, പൗഡർ ഇടുക. പുള്ളിയുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരുക്കമാണ്. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഓട്ടോയിനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് അവിടെ കയറി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മണപ്പുറം സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. ബസ്സിൽ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി സന്തോഷത്തോടു കൂടി യാത്രയായി. അങ്ങനെ ഞങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് പോണേണ്. എനിക്കിഷ്ടമാണ് ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എവിടെയും പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആലുവയിലെത്തി. അപ്പോൾ അവിടെ ദീപാലങ്കാരങ്ങളാൽ മനോഹരമായിരുന്നു. നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചകൾ. ഒരുപാട് ഭക്തജനങ്ങളുണ്ടായി. ഇതുപോലെ വിനോദോപാധികൾ നല്ല രീതിയിൽ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമാക്കിയിരുന്നു. പിന്നെ നമ്മുടെ സേവാ സംഘം അവർ നമ്മൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യ മാസ്ക് വിതരണം, സൗജന്യ ചുക്ക് കാപ്പി വിതരണം ഇതൊക്കെ നടത്തി. വളരെ നല്ല രീതിയിലാണ് അവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നല്ല അംഗങ്ങളായിരുന്നു അതിലെ എല്ലാവരും. പിന്നീട് SBIയുടെ നേതൃത്വത്തിലുള്ള ചുക്ക് കാപ്പി വിതരണവും ഉണ്ടായിട്ടോ. പിന്നെ അവിടെ ചുവപ്പ് പരവതാനയും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കളറിലുള്ള ഷീറ്റും ഒക്കെ വിരിച്ചതിനാൽ പൊടി വളരെയധികം കുറവായിരുന്നു. പൊടി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നല്ല രീതിയിലാണ് അമ്പലത്തിലെ ഭാരവാഹികൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പല കളറിലുള്ള ഹൽവ അത് വാങ്ങി. പിന്നെ മരച്ചീനി മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണിത്. മോനത് കൊടുത്തപ്പോൾ അവൻ ഇനിയുണ്ടോ അമ്മയെന്നും പറഞ്ഞ് മുഴുവനും കഴിച്ചു തീർത്തു. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പിയായി. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.